ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ക്രീം കരാമീൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് കാരമൽസ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പണിയിലേക്ക് പോകാം. നമ്മൾ ഇതിനകത്ത് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 അമൂല്യയുടെ 10 രൂപ പാക്കറ്റിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു അല്പം ഈ മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് പാലും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവർ മധുരം വേണ്ട, പാലിനൊക്കെ മധുരമുള്ളതല്ലേ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. ഈ കാരമൽസ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ പഞ്ചസാരയുടെ ഇതിലേക്ക് നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ഒരു കളറ് വരാൻ വേണ്ടിയിട്ട്. വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല കളറായിട്ട് വരും. പിന്നെ ഇത് നമ്മൾ വെക്കുന്നത് ഇതുപോലൊരു പാത്രത്തിനകത്ത് വെള്ളം എടുത്തിട്ട് അത് തിളയ്ക്കാൻ വെക്കണം. അത് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഇതിനൊരു അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് മൂടി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അടപ്പ് കൊണ്ട് മൂടാം. എന്നിട്ട് ഇത് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം. എന്നിട്ട് ഈ പാത്രം മൂടണമെന്നില്ല, നമ്മൾ ഇതാണ് മൂടി വെക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നമ്മൾ മൂടി വെക്കണം. എന്നിട്ട് ഇത് നല്ല ഇതിൻ്റെ വെള്ളം നമ്മൾ ഈ ആദ്യം വെച്ചേക്കുന്ന വെള്ളം ചിലപ്പം പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പറ്റിയാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. പറ്റി വരുമ്പം നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടെത്തുന്ന വെള്ളം നല്ല തിളച്ച് ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വെന്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇതുപോലൊരു മൂടി വെച്ച് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് പൊങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതെ ഇരുന്നോളും. നമ്മൾ ഈ ഇഞ്ചി ഒക്കെ ഇടിക്കുന്ന കല്ല് വെച്ച് കൊടുത്തേച്ചാൽ മതി. അതില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ക്രീം കാരമൽസ് റെഡി ആയിട്ടുണ്ട്. വായിലിട്ടാൽ അലുത്ത് പോകുന്ന സംഭവമാണ്. അപ്പോൾ അത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.